ഹായ് മക്കളെ, എല്ലാ കുഞ്ഞുമക്കൾക്കും കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ലൈവ് ഇന്ററാക്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം M4Techന്റെ സ്വന്തം മെന്റർബിയിലേക്ക് വാം വെൽക്കം. സോ എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സ്റ്റഡീസിലെ ജോഗ്രഫിയിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ വെറുതെ ഇരുന്ന് ഈ ക്ലാസ്സുകൾ കേൾക്കരുത്. ഒരു നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് സാറ് പറയുന്ന കീവേഡുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ സൈഡിൽ എടുത്ത് വെച്ച് ഫുൾ റെഡി ആയിട്ട് വേണം നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട്. കാരണം നമുക്ക് മുൻപിൽ ഇനി ടൈം വളരെ കുറവാണ്. സോ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഹാപ്പിനെസ്സോട് കൂടി എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ നമുക്ക് പഠിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദി സ്ക്രീൻ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നുമല്ല, വളരെ ഈസി ചാപ്റ്റർ ആണ്. പല രീതിയിൽ പല ക്വസ്റ്റ്യൻസ് സെയിം ഏരിയന്ന് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why do we have maximum concentration of iron and steel industry in Chota Nagpur Plateau region? Chota Nagpur Plateau region എന്തുകൊണ്ടാണ് മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കാണാനായിട്ട് നമുക്ക് സാധിക്കുക? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആ റീജിയൻ ഉണ്ടോ? 2016 ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. ഗീവ് എനി 3 റീസൺസ്. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂവിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? Then why has the Chota Nagpur region has the maximum concentration of iron and steel? Same question. What is the reason for that? Explain any 3 reasons. CBSE board exam 2015, 2014, 2024 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിൽ വരെ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂവും ആൻഡ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രയധികം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂവിൽ കാണാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. റെഡി അല്ലേ? ഓൾറെഡി ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആൻസേഴ്സ് ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസ്പോൺസിബിൾ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ദ ചോട്ടാ നാഗ്പൂർ റീജിയൻ? എന്തുകൊണ്ടാണ് അവിടെ മാത്രം ഇത്ര കൂടുതലുള്ളത്? ഫസ്റ്റ് പോയിന്റ്, ലോ കോസ്റ്റ് അയൺ ഓർ. ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ അയൺ ഓർ അവൈലബിൾ ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഹൈ ഗ്രേഡ് റോ മെറ്റീരിയൽ ഇൻ പ്രോക്സിമിറ്റി. നിയർ ബൈ ഏരിയാസിൽ ഒരുപാട് ഹൈ ഗ്രേഡ് അയൺ ആൻഡ് സ്റ്റീൽ ഓറുകളുടെ അല്ലെങ്കിൽ അയൺ ഓറുകളുടെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഹൈ ഗ്രേഡ് റോ മെറ്റീരിയൽ ആണ് നമുക്ക് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂന്ന് ലഭിക്കുന്നത്. ദെൻ ചീപ്പ് ലേബർ, വലിയ ചെലവൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് അയൺ ഓർ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്പെൻസീവ് അല്ല, ചീപ്പായിട്ട് ലേബർ അവൈലബിൾ ആണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ റീജിയനിൽ. സോ അത് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. ദെൻ വാസ്റ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇൻ ദ ഹോം മാർക്കറ്റ്. നമ്മളുടെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ നമുക്ക് മാക്സിമം നമ്മളുടെ ഒരുപാട് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹോം മാർക്കറ്റിൽ തന്നെ അയൺ ആൻഡ് സ്റ്റീലിന്റെ നീഡ് വളരെ കൂടുതലാണ്. അതൊരു റീസൺ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഗുഡ് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂല് മാക്സിമം ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ഉണ്ട്, അതുകൂടി ഒന്ന് മൈൻഡിലേക്ക് കയറ്റുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം ഈ ഒരു ഇൻഡസ്ട്രീനെ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീനെ മാക്സിമം എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അതിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അവൈലബിലിറ്റി ഓഫ് വാട്ടർ റിസോഴ്സസ്, സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ റിസോഴ്സസ് നമുക്ക് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂല് കാണാനായിട്ട് സാധിക്കും. സോ ഈ പോയിന്റ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് അഡ്രസ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ, NCERT ടെക്സ്റ്റ് ബുക്കിൽ മാക്സിമം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഓരോ പോയിന്റും റീവൈൻഡ് ചെയ്ത് വായിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൺ ദി സ്ക്രീൻ. What is the manufacturing sector? Why is it considered the backbone of development? Interpret the reason. എന്താണ് മാനുഫാക്ചറിംഗ് സെക്ടർ? എന്താണ് അതിന്റെ ഡെഫിനിഷൻ? വൈ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ബാക്ക് ബോൺ ഓഫ് ഡെവലപ്മെന്റ്? എന്തുകൊണ്ടാണ് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിന്റെ ബാക്ക് ബോൺ ആയിട്ട് മാനുഫാക്ചറിംഗ് സെക്ടറിനെ കൺസിഡർ ചെയ്യുന്നത്? ഇന്റർപ്രേറ്റ്, അതിലിടപെട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുക. ഇതാ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ദെൻ സെയിം ക്വസ്റ്റ്യൻ, അത് 2015 ചോദിച്ചതാ. 2016 ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനുഫാക്ചറിംഗ്. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ, ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാ കുഞ്ഞുമക്കളും കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. സോ ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനുഫാക്ചറിംഗ്. ഒരു 4 to 5 പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കണം ഇമ്പോർട്ടൻസ് ഓഫ് മാനുഫാക്ചറിംഗ് എഴുതാനായിട്ട്. ദെൻ ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനുഫാക്ചറിംഗ് സെക്ടർ ഇൻ ദ കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഇന്ത്യയിൽ ഇമ്പോർട്ടൻസ് എന്താണ്? 2018 അങ്ങനെ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ. ദെൻ 2017
റീസെന്റ് ആയിട്ട് നടന്ന 2024 എക്സാമിനും എന്താ ചോദിച്ചേക്കുന്നത്? ദ എക്കണോമിക് സ്ട്രെങ്ത് ഓഫ് എ കൺട്രി ലൈസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്. Economic strength of the country lies in the development of manufacturing industries. Analyze the statement. ഡെവലപ്മെന്റ് വേണമെങ്കിൽ ഒരു കൺട്രിയിലെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് മസ്റ്റ് ആയിട്ട് വേണം. സോ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു സെയിം ഏരിയയിൽ നിന്ന്. എങ്ങനെ ആൻസർ എഴുതാം നോക്കല്ലേ നമുക്ക്? റെഡി അല്ലേ? സോ ആ ഇമ്പോർട്ടൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. The economic strength of a country lies in the development of manufacturing industry. Because ഒരു ബിഗിനിങ്, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഒരു സ്റ്റാർട്ടിങ് കൊടുത്തു, ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് നല്ലൊരു മെത്തേഡാണ്. ഇനി പോയിന്റ് ആയിട്ട് എന്തൊക്കെയാണ് മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് അതാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഹെൽപ്പ് ഇൻ മോഡേണൈസിംഗ് ദ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ പ്രൈമറി ആക്ടിവിറ്റി ആയിട്ടുള്ള അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യാൻ, അഗ്രികൾച്ചറിന് വേണ്ട മോഡേൺ ഇൻപുട്സ് കൊടുക്കാൻ, ടെക്നോളജി കൊടുക്കാൻ, ടൂൾസ് കൊടുക്കാൻ, മെഷീനറീസ് കൊടുക്കാൻ മാനുഫാക്ചറിംഗ് സെക്ടർ വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടർ ബോത്ത് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. സെക്കൻഡറി സെക്ടറും പ്രൈമറി സെക്ടറും ഒരുമിച്ച് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്, ഒരുമിച്ച് ചേർന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് മാനുഫാക്ചറിംഗ് സെക്ടർ എക്കണോമിയുടെ ബാക്ക് ബോൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സിംപ്ലി സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് ദ ഹെവി ഡിപെൻഡൻസ് ഓഫ് പീപ്പിൾ ഓൺ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ക്രിയേറ്റ് ജോബ് ഇൻ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ. ഇന്ത്യയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. നിങ്ങൾക്കറിയാം, പ്രൈമറി സെക്ടർ എല്ലാവരും ഫാമേഴ്സ് ആവത്തൊന്നുമില്ല അല്ലേ? സോ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഒരു അഗ്രികൾച്ചർ എക്കണോമി ആണെന്നൊക്കെ നമുക്കറിയാം. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അഗ്രികൾച്ചറിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുത്തത്. ബട്ട് അൺഎംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വന്നപ്പോൾ പക്ഷേ മാനുഫാക്ചറിംഗ് സെക്ടർ അത് സോൾവ് ചെയ്തു. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ തന്നെ സോൾവ് ചെയ്യുന്നു. ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ജനങ്ങൾക്ക്, പീപ്പിൾസിന് കൊടുക്കുന്നു. ദെൻ ഇറ്റ് ഈസ് നെസസറി ഫോർ ദ റിമൂവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. കണ്ടില്ലേ, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. ഇന്ത്യയിൽ ഒരു പരിധി വരെ അൺഎംപ്ലോയ്മെന്റും പോവർട്ടിയും റിമൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതും മാനുഫാക്ചറിംഗ് സെക്ടർ ആണ്, സെക്കൻഡറി സെക്ടർ ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ബ്രിങ്സ് ഡൗൺ ദ റീജിയണൽ ഡിസ്പാരിറ്റി. ഓക്കെ, റീജിയണൽ ഡിസ്പാരിറ്റി ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. എന്താ റീജിയണൽ ഡിസ്പാരിറ്റി? റീജിയണൽ ഡിഫറൻസസ്. അതായത് ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾക്ക് ഒരു വില്ലേജ്, ഒരു സിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വില്ലേജിലേക്ക് ഒരു മാനുഫാക്ചറിംഗ് സെക്ടർ വരുവാണെന്ന് വിചാരിക്കുക, ഒരു ഫാക്ടറി വരാമെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി ആ ഫാക്ടറി വരുമ്പോൾ ആ വില്ലേജിന് ഒരുപാട് ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഏരിയക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അവിടെ ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വരും, അവിടെ ഹോസ്പിറ്റൽസ് വരും, അവിടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് വരും, ഇൻഫ്രാസ്ട്രക്ചർ വരും. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ റീജിയണൽ ഡിസ്പാരിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ മാനുഫാക്ചറിംഗ് സെക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്പോർട്ട് ഓഫ് മാനുഫാക്ചറിംഗ്, ഈ മാനുഫാക്ചറിംഗ് സെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അത് എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് എക്സ്പാൻഡ്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഒരു കൺട്രിയുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നു, വളരുന്നതിനായിട്ട്, എക്സ്പാൻഡ് ചെയ്യുന്നതിനായിട്ട് മാനുഫാക്ചറിംഗ് സെക്ടർ ഹെൽപ്പ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ഇറ്റ് ബ്രിങ്സ് മച്ച് നീഡഡ് ഫോറിൻ എക്സ്ചേഞ്ച്. നമ്മുടെ കൺട്രിയിലേക്ക് ഫോറിൻ ട്രേഡ് ഏറ്റവും കൂടുതൽ നടക്കുന്ന മാനുഫാക്ചറിംഗ് സെക്ടർ ഉള്ളതുകൊണ്ടാണ്. കാരണം നമ്മളുടെ പ്രൊഡക്ട്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് നടക്കുന്നു. അതൊരു കൺട്രിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമാണ്, ഒരു എക്കണോമിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് സെക്ടർ എന്ന് പറയുന്നത് എക്കണോമിയുടെ, അതിപ്പോ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ ബാക്ക് ബോൺ തന്നെയാണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു 4 to 5 പോയിന്റ്സ് പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. കാരണം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഇല്ല. ഒരു കോമൺ ലോജിക് അപ്ലൈ ചെയ്തിട്ട് തന്നെ എങ്ങനെയാണ് മാനുഫാക്ചറിംഗ് സെക്ടർ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് എങ്ങനെയാണ് എക്കണോമിയുടെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ മൂവിംഗ് ഓൺ ടു next question, third important question. എന്താണ്? Evaluate the factors which are responsible for the location of jute industry. Oh my god, repeated question. Jute industryയുടെ proximity നമുക്ക് ഹുഗ്ലി റിവർ ബേസിൽ കാണാൻ സാധിക്കും. Why? എന്തുകൊണ്ട്? What is the reason? എന്തുകൊണ്ടാണ് ജൂട്ട് ഇൻഡസ്ട്രീസ് കൂടുതലും ഹുഗ്ലി റിവറിന്റെ ബേസിൽ കാണപ്പെടുന്നത്? 2014 ചോദിച്ചു, 2016 ചോദിച്ചു. See that? Then again describe any 5 factors responsible for the concentration of jute mills along the banks of river Hooghly. ഹുഗ്ലി റിവറിന്റെ ബേസിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ജൂട്ട് മിൽസ് ഉള്ളത്? വാട്ട് ഈസ് ദ റീസൺ? 2015 ചോദിച്ചേക്കുന്നു. സോ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. സെയിം ഏരിയ ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. ആ പോയിന്റ്സ് മാത്രം, പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹുഗ്ലി റിവർ ബേസിൽ എന്തുകൊണ്ടാണ് അതിന്റെ നിയർ ബൈ ഏരിയാസിൽ, പ്രോക്സിം ഏരിയാസിലൊക്കെ ഇത്ര മാക്സിമം ജൂട്ട് പ്രൊഡക്ഷൻ, ജൂട്ട് മിൽസ് കാണാനായിട്ട് സാധിക്കുന്നത്? ആൻസർ നോക്കാം. റെഡി അല്ലേ? 1 by 1 ആയിട്ട് ഓരോ പോയിന്റ് നോട്ട് ചെയ്യുക. ജൂട്ട് മിൽസ് വെസ്റ്റ് ബംഗാളിൽ എന്തുകൊണ്ട് കാണുന്നു, കോൺസെൻട്രേഷൻ എന്താണ് കാരണം? ഫസ്റ്റ് പോയിന്റ്, പ്രോക്സിമിറ്റി ഓഫ് ജൂട്ട് പ്രൊഡ്യൂസിംഗ് ഏരിയാസ്.
നിയർ ബൈ ഒരുപാട് ജൂട്ട് പ്രൊഡ്യൂസിംഗ് ഏരിയാസ് ഉണ്ട്. ഹുഗ്ലി റിവർ ബേസിൽ ഒരുപാട് ജൂട്ട് പ്രൊഡ്യൂസിംഗ് ഏരിയാസ് ഉണ്ട്. ഇൻഎക്സ്പെൻസീവ് വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വലിയ കോസ്റ്റ് ഇല്ല, ചീപ്പാണ്. കാരണം ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള വാട്ടർ, ഹുഗ്ലി റിവർ അല്ലേ കിടക്കുന്നേ, വാട്ടർ ട്രാൻസ്പോർട്ട് വളരെ ചീപ്പാണ്. ദെൻ അബണ്ടന്റ് വാട്ടർ, റോ ജൂട്ട് പ്രോസസ് ചെയ്യുന്നതിന് നല്ലോണം വാട്ടർ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹുഗ്ലി റിവറിൽ അബണ്ടന്റ് വാട്ടർ ഉണ്ട്, അത് യൂസ് ചെയ്ത് ആ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരു പോയിന്റ് ആണ്, റോ ജൂട്ട് പ്രോസസ് ചെയ്യാനായിട്ട് വാട്ടർ വേണം. ദെൻ ചീപ്പ് ആൻഡ് സ്കിൽഡ് ലേബർ, യു നോ ദാറ്റ് ബംഗാളിലൊക്കെ ഇഷ്ടംമാരെ, യു പി ബീഹാറിലൊക്കെ ഇഷ്ടംമാരെ ലേബേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ അവൈലബിലിറ്റി, ചീപ്പ് ലേബർ, അതൊരു റീസൺ ആണ്. ദെൻ പോർട്ട് ഫെസിലിറ്റി, കൊൽക്കത്ത പോർട്ട് ഇസ് ദർ. അപ്പോ എക്സ്പോർട്ട് ഇമ്പോർട്ടിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഹുഗ്ലി റിവറിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഇപ്പൊ നമ്മളുടെ ജൂട്ട് മിൽസിന്റെ കോൺസെൻട്രേഷന് കാരണമാകുന്നു ഹുഗ്ലി റിവർ ബേസിനില്. ലാസ്റ്റ് പോയിന്റ്, കൽക്കട്ടയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അർബൻ സെന്റർ ആണ്. സോ അർബൻ സെന്റർ ആയതുകൊണ്ട് തന്നെ ബാങ്കിങ്, ഇൻഷുറൻസ് ഫെസിലിറ്റീസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം ഈ ഓരോ പോയിന്റും അറൌണ്ട് ഒരു 4-5 പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. കുഞ്ഞു പോയിന്റ്സ് ആണ്, ഈസി പോയിന്റ്സ് ആണ്. എന്തുകൊണ്ടാണ് ഹുഗ്ലി റിവർ ബേസിനിൽ ഇത്ര അധികം കോൺസെൻട്രേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? എന്തിന്റെ? ജൂട്ട് മിൽസിന്റെ. അത് നോക്കുക, ജൂട്ട് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഫൈബർ ആണ്, അത് മറക്കാതിരിക്കുക എല്ലാ കുഞ്ഞുമക്കളും. ഗോൾഡൻ ഫൈബർ ആണ് ജൂട്ട് എന്ന് പറഞ്ഞാൽ, അത് മറക്കാതിരിക്കുക, വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, റെഡി അല്ലേ? യെസ്. Fourth important question. Suggest any 3 steps to minimize the environmental degradation caused by industrial development in India. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കാരണം എന്തൊക്കെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്, അത് കുറയ്ക്കാനായിട്ട് എന്തെല്ലാം സ്റ്റെപ്സ് നമുക്ക് എടുക്കാം? സജസ്റ്റ് എനി 3 സ്റ്റെപ്സ് ടു മിനിമൈസ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ കോസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി പൊല്യൂഷൻ ഉണ്ടാവും, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഉണ്ടാവും. അത് മിനിമൈസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് ക്വസ്റ്റ്യൻ. 2016 ചോദിച്ചിരിക്കുന്നു, സെയിം ക്വസ്റ്റ്യൻ 2014, 2018, 2012 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ? എക്സ്പ്ലെയിൻ എനി 3 സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു മിനിമൈസ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ബൈ ഇൻഡസ്ട്രീസ്. സെയിം ഏരിയ, സെയിം ക്വസ്റ്റ്യൻ, സെയിം കീവേഡുകൾ. ഇങ്ങനെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് CBSE ബോർഡ് എക്സാമിന് വരും. അതിന്റെ സ്റ്റൈലിൽ മാത്രം കുറച്ച് ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് എനിവേ നമ്മളിപ്പോ പറയുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പലതും ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിന് കാണാനായിട്ട് സാധിക്കും. സെയിം ഏരിയയിൽ നിന്ന് ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലോ സ്റ്റൈലിലോ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വന്നിരിക്കും. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും, വന്നിട്ടും ഉണ്ട് പലതവണ. അപ്പൊ അതെല്ലാം കുഞ്ഞുമക്കളും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ആൻസർ എങ്ങനെ എഴുതണം? ഫസ്റ്റ് ഓഫ് ഓൾ യൂസിങ് ക്ലീനർ ഫ്യൂവൽസ്. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ നമ്മൾ പെട്രോളിയം യൂസ് ചെയ്യേണ്ടതിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ കോൾ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നാച്ചുറൽ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൊല്യൂഷൻ കുറവാണ്. കാരണം പെട്രോളിയം കോൾ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് സ്മോക്ക് വളരെ കൂടുതലായിരിക്കും, എയർ പൊല്യൂഷൻ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ അവിടെ ക്ലീനർ ഫ്യൂവൽ മീൻസ് നാച്ചുറൽ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ് ഒരുപാട് സ്മോക്ക് എമിറ്റ് ചെയ്യുന്നില്ല, എയർ പൊല്യൂഷൻ ഒരുപാട് ഉണ്ടാക്കുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി അത്തരം ഫ്യൂവൽസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഇൻഡസ്ട്രീസ് ഷുഡ് യൂസ് ക്ലീനർ ഫ്യൂവൽ ലൈക്ക് നാച്ചുറൽ ഗ്യാസ് ഇൻസ്റ്റെഡ് ഓഫ് കോൾ ആൻഡ് പെട്രോളിയം. കോളിനും പെട്രോളിയത്തിനും പകരം നമ്മുടെ നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ട്രീറ്റിംഗ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പർ ആയിട്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റിനെ ട്രീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ്, ഇതിനൊക്കെ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെച്ചിട്ട്, എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ETP ഒക്കെ വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ഇതിനെ വാട്ടറിലേക്കൊക്കെ ഡിസ്ചാർജ് ചെയ്യണം. വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. പല ഇൻഡസ്ട്രീസ് അവർക്ക് തോന്നിയ പോലെ വേസ്റ്റ് മെറ്റീരിയൽസും എഫ്ലുവൻസ് ഒക്കെ എന്ത് ചെയ്യും? നേരെ റിലീസ് ചെയ്യും വാട്ടർ ബോഡീസിലേക്ക്. എന്താ റിസൾട്ട്? വാട്ടർ പൊല്യൂഷൻ. അത് തടയാനായിട്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റ്, വേസ്റ്റ് മെറ്റീരിയൽസ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അടിപൊളിയായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പ്രോപ്പർലി. ദെൻ പ്രൊമോട്ടിംഗ് റിന്യൂവബിൾ എനർജി. നോൺ റിന്യൂവബിൾ എനർജിയുടെ കാലമൊക്കെ കഴിഞ്ഞു, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഒക്കെ തീരാറായി. ഓക്കെ, ബട്ട് നമുക്ക് വേണ്ടത് ഇനി എന്താ? നമുക്കിനി വേണ്ടത് റിന്യൂവബിൾ എനർജിയാണ്. സോളാർ എനർജി, വിൻഡ് എനർജി, ബയോഗ്യാസ്, ഇതൊക്കെ നമുക്കിനി വേണ്ടത് അല്ലേ? സോ ഇൻഡസ്ട്രീസ് ഷുഡ് റെഡ്യൂസ് ഡിപെൻഡൻസി ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ബൈ റീയൂസിംഗ് റിന്യൂവബിൾ എനർജി സച്ച് ആസ് സോളാർ, വിൻഡ്, ഹൈഡ്രോ പവർ. ഇതൊക്കെ യൂസ് ചെയ്ത് എൻവയോൺമെന്റിനെ ഹാം ചെയ്യാതെ, വിത്തൗട്ട് ഹാമിങ് എൻവയോൺമെന്റ്, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. സോ അത് എല്ലാ ഇൻഡസ്ട്രീസും ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ഇങ്ങനെ നമുക്ക് ഒരു 3 സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ക്ലിയർ കട്ട് ആയിട്ട് സബ് ഹെഡിങ് തിരിച്ച് എക്സ്പ്ലനേഷൻ വെച്ച് തന്നെയാണ് ആൻസർ എഴുതിയേക്കുന്നത്. ആൻസറിന്റെ ബ്യൂട്ടി എല്ലാ കുഞ്ഞുമക്കളും ശ്രദ്ധിക്കുക. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ബ്യൂട്ടിയാണ് ടീച്ചേഴ്സിനെ ഓരോ ഇവാലുവേറ്ററെ അട്രാക്ട് ചെയ്യുന്നത്. ഓരോ മാർക്കും നിങ്ങൾക്ക് ഗെയിൻ ചെയ്ത് തരുന്നത് ഈ ആൻസറിന്റെ സ്ട്രക്ചറാണ്. അത് SSTയിൽ സോഷ്യൽ സ്റ്റഡീസിൽ കീപ്പ് ചെയ്യാൻ എല്ലാ കുഞ്ഞുമക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. ലാസ്റ്റ് ഓക്കെ, അതിനകത്ത് തന്നെ ഒരു സെയിം ക്വസ്റ്റ്യൻ അതിനൊപ്പം തന്നെ
4th ക്വസ്റ്റ്യനിൽ വരുന്ന സെയിം ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി 5 മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇൻ ഇന്ത്യ. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ എഴുതാം. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് എന്തൊക്കെയാ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രി ഷുഡ് ബി സെറ്റ് അപ്പ് ഡിസ്റ്റന്റ് ഏരിയാസ് അവേ ഫ്രം ഹ്യൂമൻ സെറ്റിൽ. നമ്മുടെ കുറച്ച് സജഷൻസ് ആ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് നിന്ന് മാറ്റി ഡിസ്റ്റന്റ് ഏരിയാസിൽ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാം. ദെൻ മിനിമൈസ് ദ യൂസ് ഓഫ് വാട്ടർ ഒക്കെ ഒരുപാട് യൂസ് ചെയ്ത് കളയുന്നുണ്ട്, അത് മിനിമൈസ് ചെയ്യണം നമ്മൾ ഉറപ്പായിട്ടും. ട്രീറ്റിംഗ് ഹോട്ട് വാട്ടർ ആൻഡ് എഫ്ലുവൻസ് ബിഫോർ റിലീസിംഗ് ദം ടു റിവേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഹോട്ട് വാട്ടറിനെ ട്രീറ്റ് ചെയ്യണം, അതിന്റെ ടെമ്പറേച്ചർ കുറച്ച് നോർമൽ ടെമ്പറേച്ചർ ആക്കി വേണം റിലീസ് ചെയ്യാൻ. അതിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ വാട്ടർ കണ്ടാമിനേറ്റഡ് ആവും, അത് ശ്രദ്ധിക്കണം, വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഫാക്ടറീസിൽ സ്മോക്ക് സ്റ്റാക്സ് വെക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റേഴ്സ് വെക്കുക, സ്മോക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അങ്ങനെ എയർ പൊല്യൂഷൻ കുറക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഫാക്ടറീസിൽ നമ്മൾ സ്മോക്ക് സ്റ്റാക്സ് ഒക്കെ വെക്കുമ്പോൾ അത് നോട്ട് ചെയ്യുക, ഇതൊക്കെ കീവേഡുകളാണ്. സ്മോക്ക് സ്റ്റാക്സ്, ട്രീറ്റിംഗ് ഓഫ് ഹോട്ട് വാട്ടർ, ഓക്കെ, മിനിമൈസ് ദ യൂസ് ഓഫ് വാട്ടർ, ദെൻ ഇൻക്രീസ് എനർജി എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് നോയ്സ് പൊല്യൂഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണം. എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീനറീസ് നമ്മൾ യൂസ് ചെയ്യണം. അത് ഇംപ്രൂവ്ഡ് ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവരണം. ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ അത്തരം പ്രോബ്ലംസ്, എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻസ് കുറയ്ക്കേണ്ടത്. അതും ക്ലിയർ കട്ട് ആയിട്ട് നോട്ട് ചെയ്യാനായിട്ട് ഇത് നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ NCERT തന്നിരിക്കുന്ന പോയിന്റ് വെച്ച് എഴുതുമ്പോൾ ആൻസർ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് എല്ലാ കുഞ്ഞുമക്കളും കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 5th മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്താ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഓൾറെഡി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ ഇപ്പൊ കാണിച്ചു തരുന്നത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആഗ്രോ ബേസ്ഡ്, മിനറൽ ബേസ്ഡ്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ അല്ലേ? ഓൾസോ ഗീവ് 2 എക്സാമ്പിൾസ്. ആഗ്രോ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്നു. മിനറൽ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ മിനറൽസ് നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെ ആഗ്രോ ബേസ്ഡ്, മിനറൽ ബേസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും മസ്റ്റായിട്ടും റിവൈൻഡ് ചെയ്യണം. ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് ഒക്കെ നോക്കി എങ്ങനെയാണ് ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്? അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ഇങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ ടേബിൾ മൈൻഡിലേക്ക് വരണം അല്ലെ? ടേബിൾ ആയിട്ട് എന്ത് ചെയ്യണം? അഡ്രസ് ചെയ്യണം. ആഗ്രോ ബേസ്ഡ്, മിനറൽ ബേസ്ഡ്. അഗ്രികൾച്ചറിൽ നിന്നാണ് റോ മെറ്റീരിയൽ എങ്കിൽ അത് ആഗ്രോ ബേസ്ഡ്. മിനറൽ ആണ് റോ മെറ്റീരിയൽ എങ്കിൽ അത് മിനറൽ ബേസ്ഡ്. ഓക്കെ, ആഗ്രോ ബേസ്ഡ് ആണെങ്കിൽ അത് റൂറൽ ഏരിയാസിലാണ്. മിനറൽ ബേസ്ഡ് ആണെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്ന റൂറൽ ഏരിയാസിൽ. മിനറൽ ആണെങ്കിൽ എംപ്ലോയ്മെന്റ് ഇൻ റൂറൽ ആൻഡ് ബോത്ത് അർബൻ ഏരിയാസ്, രണ്ടോടത്തും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, ആഗ്രോ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ നിന്ന് റോ മെറ്റീരിയൽ കിട്ടണം അല്ലെ? കോട്ടൺ, ജൂട്ട്, ടെക്സ്റ്റൈൽസ്, ഷുഗർ ഇൻഡസ്ട്രി, ഇതൊക്കെ എക്സാമ്പിൾ ആണ്, ആഗ്രോ ബേസ്ഡ് ആണ്. ദെൻ മിനറൽ ആണെങ്കിലോ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി, അലുമിനിയം ഇൻഡസ്ട്രി, ഇതൊക്കെ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് മാക്സിമം എല്ലാ കുഞ്ഞുമക്കളും നോക്കണം. നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് പഠിച്ചിട്ട് വേണം ഇത്തവണത്തെ ബോർഡ് എക്സാം നമുക്ക് എഴുതാനായിട്ട്. ഫുൾ പോസിറ്റീവ് വൈബോട് കൂടി തന്നെ ഇരിക്കുക. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിലെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ എല്ലാ കുഞ്ഞുമക്കൾക്കും താങ്ക് യു സോ മച്ച്. ടാറ്റാ, ബൈ ബൈ. അസാധാരണ പരീക്ഷയ്ക്കെന്തിന് സാധാരണ ട്യൂഷൻ? CBSE ബോർഡ് എക്സാമിനൊരുങ്ങാം മെന്റർ ബിയോടൊപ്പം. എക്സാം കില്ലർ 2.0 ക്രാഷ് കോഴ്സ് ഫോർ CBSE ക്ലാസ് 10 and 12. പങ്കെടുത്ത 80% കുട്ടികളെയും CBSE ബോർഡ് എക്സാമിന് 90% മുകളിൽ മാർക്ക് നേടി വിജയിക്കാൻ സഹായിച്ച മെന്റർ ബിയുടെ ഏറ്റവും സ്പെഷ്യൽ എക്സാം കില്ലർ ബാച്ച്. ഫോർ അഡ്മിഷൻസ് കോൺടാക്ട് മെന്റർ B for 9207 449933.